പ്രവാചകൻ്റെ കൂടെ ഹുനൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിൽ മുശ്രിക്കീന സിദ്റത്തുൻ, അവിടെ ഉണ്ടായിരുന്ന ബഹുദൈവാരാധകർക്ക് ഒരു വൃക്ഷമുണ്ടായിരുന്നു, ഒരു ഇലന്ത മരം. യഅഖുഫൂന ഇൻദഹ, ആ മനുഷ്യന്മാർ അവിടെ ഭജനമിരിക്കും. എന്നിട്ട് വയനൂത്തൂന ബിഹാ അസ്ലിഹതഹും, അവരുടെ ആയുധങ്ങളൊക്കെ ആ വൃക്ഷത്തിൽ തൂക്കിയിടുകയും ചെയ്യും. യുഖാലു ലഹാ ദാത്തു അൻവാത്ത്, അവരതിന് പറഞ്ഞിരുന്ന പേര് വൃക്ഷത്തിൽ തൂക്കിയിടുന്ന വൃക്ഷം എന്നായിരുന്നു. ഫഖുൽനാ യാ റസൂലല്ലാഹ്, ഇത് കണ്ടപ്പോൾ ഈ അടുത്ത കാലത്തായി ഇസ്ലാമിലേക്ക് വന്ന സഹാബികൾക്കും ഇത് തിരക്കേടില്ലാത്തൊരു പരിപാടിയാണ്. ഒരു മരത്തുമങ്ങനെ വാളൊക്കെ വെച്ചിട്ട് പോണ പോക്കിൽ വർക്കത്തൊക്കെ കണ്ട് ഏറ്റുവാങ്ങിയിട്ട് ആ വാളേറ്റാണ് പോയി യുദ്ധം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ശക്തി ലഭിച്ചതുപോലെ ഞങ്ങൾക്കൊക്കെ തോന്നാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊരു നല്ല പരിപാടിയാണ് എന്ന് തോന്നുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിനു വേണ്ടി അവർ അനുവാദം ചോദിക്കുകയും ചെയ്തു. ഫഖുൽനാ യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാത്ത്, അള്ളാഹുവിൻ്റെ ദൂതരെ ഞങ്ങൾക്കും ഇതുപോലെ ഞങ്ങളുടെ ആയുധങ്ങളൊക്കെ കെട്ടിത്തൂക്കി ഇടാനും അതിൻ്റെ ചോട്ടിലിങ്ങനെ വചനമിരിക്കാനും ഒക്കെ പറ്റിയ ഒരു വൃക്ഷം കിട്ടിയാൽ തിരക്കേടില്ല എന്ന് പറഞ്ഞപ്പോൾ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അല്ലാഹു അക്ബർ, പടച്ച തമ്പുരാൻ മഹാൻ തന്നെ, അത്യുന്നതൻ തന്നെ. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിൻ്റെ ആത്മാവ് ഏതൊരു പടച്ചതമ്പുരാൻ്റെ കയ്യിലാണോ ആ പടച്ചതമ്പുരാൻ തന്നെയാണ് സത്യം. കമാ ഖാലത് ബനു ഇസ്രായീൽ മൂസ, ഇതുതന്നെയാണ് ഇസ്രായേല്യർ മൂസാ നബി അലൈഹിസ്സലാമിനോടും പറഞ്ഞത്. ഇജ്അൽ ലനാ കമാ ലഹും ആലിഹ, ആളുകളൊക്കെ അല്ലാത്ത മറ്റു ബിംബങ്ങളുടെ മുമ്പിൽ ആരാധിക്കുന്നത് കണ്ടപ്പോൾ മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ തന്നെയും ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കും അവർക്കുള്ളതുപോലെ ദൈവങ്ങൾ, ആരാധ്യർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അപ്പോഴാണ് മൂസാ നബി പറഞ്ഞത്, ഖാല ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വല്ലാത്തൊരു വിവരമില്ലാത്ത ജനത തന്നെ. ലതർകബുന്ന മൻ കാന ഖബ്ലക്കും, നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ള ആളുകളുടെ ആ മാതൃക പിൻപറ്റുക തന്നെ ചെയ്യും. സത്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഈ അനുചരന്മാർ മറ്റൊരു ദൈവത്തെയല്ല ആവശ്യപ്പെട്ടത്. അവരാകെ പറഞ്ഞതിപ്പോൾ എന്താ, ഒരു വൃക്ഷം ഞങ്ങൾക്ക് കിട്ടിയാൽ ബർക്കത്തൊക്കെ എടുക്കാൻ വേണ്ടി തിരക്കേടില്ല എന്ന് തോന്നിയിട്ട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതാ. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് വേറൊരു ഇലാഹ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞതുപോലെ തന്നെ. മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ആ പേര് പറയുമ്പോൾ പലരും വിചാരിക്കുക മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഏറ്റവും വലിയ അന്ധവിശ്വാസങ്ങളുടെ തലപ്പത്തിരുന്ന ആളായിരുന്നു എന്നാ. അല്ല, ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ശിർക്കൻ വിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ ഒരു മഹാനാണ് മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ എന്ത് സംഭവിച്ചു, പിൽക്കാലത്ത് ആ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടായി സമൂഹത്തിൽ. ആ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ച ഒരു ചോദ്യം നമ്മുടെയൊക്കെ നെഞ്ചിൽ തറക്കേണ്ടതാണ്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ല സഹോദര, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം? എന്ത് കണ്ടിട്ടാ ഇയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണത്? വഫീ ഖൽബിക കം ഇലാഹ്, നിൻ്റെയൊക്കെ ഹൃദയത്തിൽ നീ എത്ര വിഗ്രഹങ്ങളെ, ദൈവങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ട്. കുല്ലു ഷൈഇൻ, എന്നിട്ട് ആ ഇലാഹിനെ പറ്റി അദ്ദേഹം പറയുന്ന വ്യാഖ്യാനം നോക്കൂ. കുല്ലു ഷൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ നീ പ്രതീക്ഷ അവലംബിച്ച് നീ നിൻ്റെ മനസ്സിൽ കുടിയിരുത്തുന്ന, വിശ്വാസമർപ്പിക്കുന്ന എല്ലാ ശക്തിയുമുണ്ടല്ലോ സത്യത്തിൽ ഇലാഹുകളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഹുവ സ്വനമുക, അത് നിൻ്റെ ബിംബമാണ്, നീ മനസ്സിൽ സ്ഥാപിക്കുന്ന വിഗ്രഹങ്ങളാണത്. ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബ്, നിൻ്റെ ഹൃദയത്തിൽ ശിർക്ക് വെച്ച് പുലർത്തുക, എന്നിട്ട് തൗഹീദിൻ്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ഉരുവിടുകയും ചെയ്യുക. യാതൊരു പ്രയോജനവും ഇതുവഴി നിനക്ക് ലഭിക്കുകയില്ല. ഈ മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകൾ സമൂഹം ഇന്ന് മറന്നുപോയി. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എമ്പാടും പറയുന്നുണ്ട്, നിന്ന് ചെല്ലുന്നുണ്ട്, ആടി ചെല്ലുന്നുണ്ട്, പാടി ചെല്ലുന്നുണ്ട്, വട്ടത്തിലിരുന്ന് ചെല്ലുന്നുണ്ട്, നട്ടപ്പാതിരാക്കി ചെല്ലുന്നുണ്ട്, പല കോലത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നുണ്ട്. പക്ഷെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാധീനം ചെലുത്തിയിട്ടില്ല. ഇതൊരു വലിയ വിഷയമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ലാ തശ്കുവന്ന ഫി ഹാലത്തിൽ ബലിയ, ഒരു പരീക്ഷണ ഘട്ടം വന്നാൽ നീ പരാതിപ്പെടാൻ പാടില്ല, നീ പ്രാർത്ഥിക്കാൻ പാടില്ല. ഇലാ അഹദിൻ മിൻ ഖൽഖില്ല,
അള്ളാഹു അല്ലാതെ മറ്റൊരു സൃഷ്ടിയോടും ഫദാലിക ഇശ്റാകും മിൻക ബിഹി, അത് നിന്നിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ഒരു ബഹുദൈവ ആരാധനയാണ്, ശിർക്കാണ്. ലാ യംലികു മഅഹു ഫീ മുൽക്കിഹി അഹദുൻ ഷൈഅ, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ ഒരാൾക്കും യാതൊരു പങ്കുമില്ല. അങ്ങനെ പങ്കുകൊടുക്കുന്നതാണ് ശിർക്ക്. അത് അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് പറയുന്നതിന് ഘടകവിരുദ്ധമാണ്. അദ്ദേഹം പറയുന്നു ലാ ളറ വലാ നാഫിഅ വലാ റാഫിഅ വലാ ദാഫിഅ വലാ ജാലിബ വലാ മുൻഖിമ വലാ മുബ്ലിയ വലാ മുആഫിയ വലാ മുബ്രിഅ ഗൈറു. അല്ലാഹുവല്ലാതെ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, നിന്റെ രോഗം മാറ്റിത്തരുന്ന, നിനക്ക് നന്മകൾ നേടിത്തരുന്ന, തിന്മകളിൽ നിന്ന് നിന്നെ കാത്തു രക്ഷിക്കുന്ന, നിനക്ക് ഉപകാരങ്ങൾ ചെയ്യുന്ന ശക്തിയായി അല്ലാഹുവല്ലാതെ മറ്റൊരു ശക്തിയും ഇല്ല തന്നെ. ഫലാ തശ്തഗിൽ ബിൽ ഖൽഖ്, അതുകൊണ്ട് ഒരു പടപ്പിനോടും നീ എന്തു ചെയ്യരുത്, വ്യാപൃതനാകരുത്. അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈഹി, നീ അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം. ആ സഹായം തേടുക എന്നത് പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് വിശുദ്ധ ഖുർആനും ഇസ്ലാമും പരിചയപ്പെടുത്തുന്നിട്ടുള്ളത്. 5 നേരത്തെ നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് 17 തവണ നിർബന്ധമായും പറയുന്ന സംഗതി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ എന്നതാണ്. എല്ലാവരും തർക്കരഹിതമായി ഈ ആയത്തിന് വിശദീകരണവും അർത്ഥവും എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഒരേ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ആ ഇസ്തിആനത്ത്, നാം ചോദിക്കുന്ന സഹായ അഭ്യർത്ഥന, തേട്ടം, അത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇബാദത്തിൻ്റെ ഏറ്റവും കാതലായ വശമാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന. അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ്. അപ്പോൾ ഏറ്റവും വലിയ ആരാധന, അഫ്ളലു ഇബാദത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദുആ, പ്രാർത്ഥന ദൈവേതരർക്ക് നൽകാൻ പാടില്ല. അത് അവരെ ഇലാഹാക്കുന്നതിന് സമമാണ്. അവരിൽ നിന്ന് ആ രൂപത്തിൽ സഹായം പ്രതീക്ഷിക്കാൻ പാടില്ല. ഇമാം റാസി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മഹാരഥനായ ഖുർആൻ വ്യാഖ്യാതാവാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറഞ്ഞു അജ്മഅ കുല്ലുൽ അംബിയ അലൈഹിമുസ്സലാം അന്ന ഇബാദത ഗൈറല്ലാഹ് കുഫ്റുൻ സവാഉൻ യഅ്തഖദ ഫീ ദാലിക്കൽ ഗൈർ കൗനുഹു ഇലാഹൻ ലിൽ ആലം ഔ യഅ്തഖദു ഫീ അന്ന ഇബാദതഹു തുഖർരിബുഹും ഇലല്ലാഹ്. നേരത്തെ അബ്ദുറഹ്മാൻ സലഫി സൂചിപ്പിച്ചതുപോലെ, എന്തിനാണ് നിങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടുന്നത്, അവരുടെ മുമ്പിൽ ആരാധനാ വഴിപാടുകൾ അർപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് അന്നും ഇന്നും നൽകാനുള്ള ഉത്തരം അവർ നമ്മെ പടച്ചോനിലേക്ക് അടുപ്പിക്കുന്ന. മുഹ്യിദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നവരിതാണ് പറയുന്നത്. മറ്റു മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നത്, പ്രവാചകനടക്കമുള്ള മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നവരും പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, ഇവർക്കൊക്കെ എല്ലാ ഭാഷയും എല്ലാ കാര്യം തിരുവോ? ലോകത്ത് ഇംഗ്ലീഷിൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ ബഗ്ദാദിൽ കിടക്കുന്ന മുഹ്യിദ്ദീൻ ശൈഖിന് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, ജീവിതകാലത്ത് അറബിക്ക് മാത്രമല്ലേ മൂപ്പര് സംസാരിച്ചിട്ടുള്ളൂ. ഇവിടെ മരിച്ചുപോയ ഒരു ഔലിയപ്പാപ്പയാണെങ്കിൽ മൂപ്പർക്ക് മലയാളം മാത്രമല്ലേ തിരിയുള്ളൂ. അപ്പോൾ അതിനുണ്ട് മറുപടി. എന്താ മറുപടി എന്നറിയുങ്ങൾ? അത് ഏത് ലോകത്തുനിന്ന് വിളിച്ചാലും മുഹ്യിദ്ദീൻ ശൈഖ് എന്നുള്ള പേര് അതിലുണ്ടല്ലോ. ആ പേരുണ്ടാവുമ്പോൾ പിന്നെ ഇത് ശൈഖ് കേൾക്കുകയും പടച്ചോനായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്ന. പണ്ടൊരാൾ കൊക്കിനെ പിടിക്കാൻ എന്താ വിദ്യ എന്ന് വെച്ച്, അപ്പം അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഒരു വിദ്യ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു കൊക്കിനെ പിടിച്ചിട്ട്, വളരെ ഈസി ആയിട്ടാണ് അവതരണം, ഒരു കൊക്കിനെ പിടിച്ചിട്ട് പിന്നെ അതിൻ്റെ തലയിൽ ഒരു ലേശം വെണ്ണ വെച്ച് കൊടുക്കുക. അങ്ങനെ കൊക്ക് പാടത്ത് പോയിട്ട് ഒറ്റക്കാൽമ ഇങ്ങനെ നിൽക്കുമ്പോൾ തലയിൽ വെച്ച വെണ്ണ ഇങ്ങനെ ഒരുക്കിയിട്ട് കണ്ണുകൂടിയൊക്കെ ഒലിക്കും. കൊക്കിന് ഒരു നിവൃത്തി ഇല്ലാതാവുമ്പോൾ പോയിട്ട് കാലിന് ഒറ്റപ്പെടുത്തണം. അപ്പോൾ എന്നാൽ ഈ ആദ്യം പിടിച്ചിട്ട് പിന്നെ വെണ്ണ വെക്കാൻ വിടുന്ന സമയത്ത് വിടാൻ ഞാൻ പോരെ, പിന്നെ പാഞ്ഞു പോയിട്ട് ഒറ്റപ്പിടുത്തം പിടിക്കാൻ നിൽക്കണോ? അപ്പം അതേമാതിരി എങ്ങനെ മുഹ്യിദ്ദീൻ ശൈഖിന് ഇതൊക്കെ അറിയാതെ മുഹ്യിദ്ദീൻ എന്ന പേരുണ്ടല്ലോ. അപ്പോൾ പടച്ചോനായിട്ട് ബന്ധപ്പെടും. പടച്ചോനെ ആരാണ്, ഇന്ന ഭാഗത്തുനിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ഒരാൾ വിളിക്കണ്ടല്ലോ, എന്താ അവൻ്റെ പ്രശ്നം? അപ്പോൾ പടച്ചോൻ പറയും അവൻ ഇന്ന ആളാണ്, ഇന്നതാണ് അവൻ്റെ പ്രശ്നം. അപ്പം മുഹ്യിദ്ദീൻ ശൈഖ് പറയത്ര എന്നാ ഇയാൾ ശരിയായി കൊടുത്താൽ ഇങ്ങനെ ഓനിട്ട് കണ്ട് കളിപ്പിക്കാൻ നിൽക്കണ്ട. അവിടെ ഇട്ടിങ്ങനെ വിരകി ഓനെ കളിപ്പിക്കാൻ നിൽക്കണ്ട, ആരും ശരിയായി കൊടുത്താൽ പടച്ചോൻ ശരിയായി കൊടുക്കും. ഈ പറയുന്ന കാര്യം നേർക്കുനേരെ പടച്ച റബ്ബിനോട് പറഞ്ഞാൽ പടച്ചോൻ പറഞ്ഞിട്ടില്ല ഞാൻ ഓനെ മുറാദ് ഹാസിലാക്കി കൊടുക്കില്ലാന്ന്. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون.
എൻ്റെ അടിമ എന്നെപ്പറ്റി ചോദിച്ചാൽ പ്രവാചകരെ ജനങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ്? പടച്ച തമ്പുരാൻ മുമ്പത്തെ വാതിലൊക്കെ കേട്ടിരുന്നു.